അള്ളാന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ വ്യക്തമായ സഹിയായ തെളിവുകളുണ്ടെങ്കിൽ ആ തെളിവൊന്നുകൊണ്ട് പറയാ. അത് കേൾക്കാൻ താല്പര്യമുണ്ട്. എനിക്കല്ല, എന്നെ പോലത്തെ ഒരുപാട് ആളുകൾക്ക് അത് സഹിയായിരിക്കണം. അതിന് തെളിവ് വേണം, പക്ക തെളിവ്. അല്ലാതെ ആ കള്ളാദീസൊന്നും ഓതിയിട്ടൊന്നും കാര്യമില്ല. പക്ക തെളിവ് തന്നെ ആയിരിക്കണം. അത് നിർബന്ധം. ഒരുപാട് ആളുകളുടെ വിഷയമാണിത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നബിദിനമാഘോഷത്തിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒരു തെളിവുമില്ല എന്ന് കൃത്യമായി വിഷയം പഠിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്നതാണ്. എന്നാൽ സമസ്തക്കാരായ മുസ്ലിയാക്കന്മാർ നബിദിനമാഘോഷത്തിന് ഖുർആനിലും ഹദീസിലും നിരവധി തെളിവുകളുണ്ട് എന്നൊക്കെ സാധാരണക്കാരെ പറഞ്ഞ് പറ്റിക്കാറാണ് പതിവ്. അവർ അതിന് ബാലൻസ് ഒപ്പിച്ചുകൊണ്ട് പറയും, മുജാഹിദുകൾ പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരാണ് എന്നും, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നവരാണ് എന്നും, അങ്ങനെ തുടങ്ങി പ്രവാചകനോട് സ്നേഹമില്ലാത്ത ആളുകളാണ്, അവർക്കെന്ത് നബിദിനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻസ് ഒപ്പിച്ചുകൊണ്ടാണ് അവർ പലതും പറഞ്ഞു വെക്കാറുള്ളത്. ഖുർആനിലും ഹദീസിലും നിരവധി തെളിവുകളുണ്ട് എന്ന് പറയുന്ന മുസ്ലിയാക്കന്മാരുടെ നേതാക്കന്മാരായ ആളുകൾ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ചത് പ്രവാചകൻ തന്നെയാണ് നബിദിനമാഘോഷത്തിന് തുടക്കം കുറിച്ചത് എന്നും, സഹാബാക്കളും നബിദിനം ആഘോഷിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ പറയാറുണ്ട്. ഇന്നും അതൊന്നും മുസ്ലിയാക്കന്മാരുടെ വായിൽ നിന്ന് വരാറില്ല. നബിദിനമാഘോഷവുമായി ബന്ധപ്പെട്ട് നടന്ന സംവാദങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്കത് ബോധ്യപ്പെടും. സഹോദരങ്ങളെ, നിങ്ങൾ നബിദിനവാദികളാണ് എങ്കിൽ നബിദിനമാഘോഷം ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് എന്നും ഖുർആനിലും ഹദീസിലും നിരവധി തെളിവുകളുണ്ട് എന്നും അങ്ങനെ തുടങ്ങി സുന്നത്താണ് എന്നൊക്കെ വാദിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഈ സംസാരം പൂർണ്ണമായി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് അത് വാദിക്കില്ല. നിങ്ങൾ അടുത്ത തവണ നബിദിനമാഘോഷം വന്നു കഴിഞ്ഞാൽ അത് ബഹിഷ്കരിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ സംസാരത്തിന്റെ ആദ്യാവസാനം വരെ പൂർണ്ണമായി കേൾക്കണമെന്ന് ആദ്യം തന്നെ ഉണർത്തുകയാണ്. ഞാനതിന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന സമസ്തക്കാർ നടത്തുന്ന മുഖാമുഖത്തിന്റെ ഏതാനും ചില ഭാഗങ്ങളാണ്. ഒരു സഹോദരന്റെ ചോദ്യവും അതിന് മുസ്ലിയാർ കൊടുക്കുന്ന മറുപടിയും. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാകും. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. സ്ഥലം അള്ളാന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ വ്യക്തമായ സഹിയായ തെളിവുകളുണ്ടെങ്കിൽ ആ തെളിവൊന്നുകൊണ്ട് പറയാ. അത് കേൾക്കാൻ താല്പര്യമുണ്ട്. എനിക്കല്ല, എന്നെ പോലത്തെ ഒരുപാട് ആളുകൾക്ക് അത് സഹിയായിരിക്കണം. അതിന് തെളിവ് വേണം, പക്ക തെളിവ്. അല്ലാതെ ആ കള്ളാദീസൊന്നും ഓതിയിട്ടൊന്നും കാര്യമില്ല. പക്ക തെളിവ് തന്നെ ആയിരിക്കണം. അത് നിർബന്ധം. ഒരുപാട് ആളുകളുടെ വിഷയമാണിത്. നിങ്ങൾ കള്ളാദീസ് കൊണ്ടാൽ നാളെ മുജാഹിദിന്റെ ആളുകൾ വരുമ്പോഴെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓല തെളിയിക്കും. അപ്പൊ അത് പക്ക തെളിവായിരിക്കണത്. കേട്ടില്ലേ സഹോദരങ്ങളെ, ചോദ്യകർത്താവിന്റെ ചോദ്യം നബിദിനമാഘോഷത്തിന് പക്കാ തെളിവായിരിക്കണം. എന്തെങ്കിലും കള്ള ഹദീസൊന്നും പറഞ്ഞാൽ പോരാ, പക്കാ തെളിവായിരിക്കണം. ഇത് ഒരുപാട് ആളുകളുടെ വിഷയമാണ്, പഠിക്കുന്ന ഒരുപാട് ആളുകളുടെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ, ദുർബല റിപ്പോർട്ടുകൾ കൊണ്ടുവന്നാൽ, കള്ള ഹദീസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുജാഹിദുകൾ വരും, അവരതൊക്കെ തെളിയിച്ചിട്ടങ്ങ് പോവുകയും ചെയ്യും. അതുകൊണ്ട് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് പക്കാ തെളിവായിരിക്കണം പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോൾ മറുപടി പറയാൻ മുസ്ലിയാർ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം കൊടുക്കുന്ന മറുപടിയാണ് കേൾക്കേണ്ടത്. തെളിവ് ഓതാൻ പോവാണ്. കള്ള ഹദീസൊന്നുമല്ല ഓതുന്നത്, വിശുദ്ധ ഖുർആനിൽ നിന്നാണ് ഓതുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്താണ് ഓതാൻ പോകുന്നത്. ഖുൽ നബിയെ അങ്ങ് പറയുക, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക, അതുകൊണ്ട്, ഏതുകൊണ്ട്? അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട് റഹ്മത്ത് കൊണ്ട്, ഫൽയഫ്റഹൂ, അവർ സന്തോഷിക്കട്ടെ. അള്ളാന്റെ റഹ്മത്താണ് എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാന്റെ റഹ്മത്തല്ലേ? അള്ളാഹുവിന്റെ റഹ്മത്തല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഇന്നമാ അന റഹ്മത്തുൻ, ഞാൻ അള്ളാഹുവിന്റെ റഹ്മത്താകുന്നു എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു. മാത്രമല്ല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വഅഖ്റജ അബു ശൈഖ് അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, തഫ്സീർ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റഹ്മത്തുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തെളിവ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞു, ഹദീസിൽ പറഞ്ഞു, മുഫസ്സിരീങ്ങൾ പറഞ്ഞു. ആ റഹ്മത്ത് കൊണ്ട് ഫൽഫറഹൂ, അവർ സന്തോഷിക്കട്ടെ.
ഹുവ, ആ സന്തോഷിക്കൽ ഖൈറുൻ, വളരെ ഖൈറാകുന്നു, മിമ്മാ യജ്മഊൻ, അവരുടെ എല്ലാ സമ്മേളനങ്ങളെക്കാളും, അവരുടെ സമ്മേളനങ്ങളിൽ, അവരുടെ ഒത്തുകൂടലുകളിൽ, അവർ ഒരുമിച്ച് കൂട്ടുന്നതിൽ, അവർ ഒരുമിച്ച് കൂട്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഖൈറാണ് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കുക. ആര് പറയുന്നു? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. കള്ള ഹദീസല്ല, ഹദീസല്ല, വിശുദ്ധ ഖുർആനിൽ നിന്ന്, സൂറത്ത് യൂനുസിൽ നിന്ന് 58-ാമത്തെ ആയത്താണ് ഞാൻ ഓതിയത്. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. കേട്ടില്ലേ സഹോദരങ്ങൾ, ഒരു മറുപടി കൊടുത്ത കോലം. അദ്ദേഹത്തിന്റെ ചോദ്യം എന്താണ്? നബിദിനം ആഘോഷത്തിന് തെളിവ് എവിടെയെന്നാണ്. ഇയാളിപ്പോൾ പറഞ്ഞത് നബിദിനം ആഘോഷത്തിന് തെളിവാണോ? റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണമെന്ന് ഖുർആനിലുണ്ട്. റസൂലുള്ള റഹ്മത്തല്ലേ, ആ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു, അതായത് റസൂലുള്ളാനെ കൊണ്ട് സന്തോഷിക്കുന്നു. ഇത് നബിദിനം ആഘോഷത്തിന് തെളിവാകുന്നത് എങ്ങനെയാണ്? ഇവിടെ നബിദിനം ആഘോഷം എന്ന് പറയുന്നത് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷം, ജനിച്ച ദിവസം സന്തോഷിക്കുക. ഈ സന്തോഷിക്കേണ്ട തെളിവാകുന്നത് എങ്ങനെയാണ്? ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇബാറത്ത് ഓതി കഴിഞ്ഞാലും നബിദിനം ആഘോഷം തെളിവാകുമോ? റസൂലുള്ള റഹ്മത്താണ് എന്നതിന് തെളിവാകും. അതിപ്പോൾ ഇങ്ങനെ ഒരു ആയത്തില്ല എങ്കിലും ഞങ്ങളെല്ലാവരും പറയുന്നു പ്രവാചകൻ റഹ്മത്ത് തന്നെയാണ്. മനസ്സിലായല്ലോ? ഇവിടെ പ്രവാചകന്റെ ജന്മദിനമാഘോഷത്തിന് തെളിവാണ് നമ്മുടെ സഹോദരൻ ചോദിച്ചത്. ആ ചോദ്യത്തിന് മുസ്ലിയാർ കൊടുക്കുന്ന മറുപടി അതും വലിയ വലിയ ഒച്ച ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്, എനർജി കൂട്ടുകയാണ്. അണികളായ കുഞ്ഞാടുകളായ ആളുകൾ ഇങ്ങനെ ആവേശത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി, അവരൊക്കെ ഇങ്ങനെ തക്ബീർ ചെല്ലാൻ വേണ്ടി ഇങ്ങനെ വലിയ സൗണ്ട് എടുക്കുകയാണ്. എന്നിട്ട് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷെ നമ്മളെ സഹോദരൻ വിട്ടില്ല. സഹോദരൻ വീണ്ടും ചോദിക്കുകയാണ്. ആ ചോദ്യം കൂടി നമുക്ക് കേൾക്കാം. അത് ജന്മദിനമാണോ? ജന്മദിനമാണോ? അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനമാണോ? അല്ലാഹുവിന്റെ റസൂല് ഖൈർ തന്നെയാണ്, സംശയമൊന്നുമില്ലേ ആർക്കും. പക്ഷെ അത് ജന്മദിനമാണോ? കേട്ടില്ലേ? ആ ആയത്തിൽ നബിദിനമാണോ പറയുന്നത്, നബിദിനം ആഘോഷമാണോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വേറെ റസൂലുള്ള റഹ്മത്താണോ എന്നതല്ല. അത് ഞങ്ങളൊക്കെ അംഗീകരിക്കുന്ന വിഷയമാണ്. പക്ഷേ റസൂലുള്ളാന്റെ ജന്മദിനം ആഘോഷമാണോ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യത്തിന് മുസ്ലിയാർ കൊടുക്കുന്ന അടുത്ത മറുപടി കേട്ടോ. കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കുക എന്ന് തന്നെയാണ്. അള്ളാന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കലല്ലേ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നുള്ളത്? അല്ലേ? അള്ളാന്റെ റസൂലിനെ കൊണ്ടുള്ള സന്തോഷമാണോ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നുള്ളത്? അതെ. അതല്ലെങ്കിൽ അള്ളാന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളതിൽ നിന്ന് ജന്മദിനം പുറത്തു പോകുന്നു എന്നുള്ളതിന് ഖുർആനിൽ തെളിവുണ്ടോ? ഹദീസിൽ തെളിവുണ്ടോ? ഇവരെന്താ അറിയോ? സംഗതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വലാത്ത് എല്ലാം പറ്റും, സ്വലാത്തെല്ലാം പറ്റും. അപ്പൊ ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ പള്ളിയിൽ ഇരുന്ന് കുറച്ച് ആൾക്കാർ പള്ളിയിൽ ഇരുന്ന് സ്വലാത്തെല്ലാം പറ്റൂല കേട്ടോ, പള്ളിയിൽ നിന്ന് പുറത്താക്കി. അപ്പൊ മദർസിൽ നിന്ന് നമ്മൾ മദർസിക്കാക്ക് മദർസിൽ നിന്ന് സ്വലാത്തെല്ലാം പറ്റൂല കേട്ടോ, മദർസിൽ നിന്ന് പോകും. പിന്നെ അവർ മുറ്റത്തിരുന്ന് വട്ടത്ത് സ്വലാത്ത് അത് പറ്റൂല കേട്ടോ, പറ്റൂല. ദുഹറിന്റെ ശേഷമാണ്, ദുഹറിന്റെ ശേഷം പറ്റൂല, അസറിന്റെ ശേഷം പറ്റൂല. ഇങ്ങനെ എന്ത് ചെയ്യാ, സംഗതിയിൽ സ്വലാത്തെല്ലാം പറ്റും. പക്ഷേ അത് നടക്കുന്ന സമയത്ത് എന്താ ചെയ്യാ, അത് പറ്റൂല, ആ സ്ഥലത്ത് പറ്റൂല, ഈ സ്ഥലത്ത് പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക, മുത്തുനബിയുടെ ജന്മത്തിൽ സന്തോഷിക്കുക, മുത്തുനബിയുടെ ഇർസാലിൽ സന്തോഷിക്കുക, മുത്തുനബിയുടെ മാസത്തിൽ സന്തോഷിക്കുക, മുത്തുനബിയുടെ സ്വഹാബത്തിൽ സന്തോഷിക്കുക, മുത്തുനബിയുടെ സന്ദേശങ്ങളിൽ സന്തോഷിക്കുക. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നതിന്റെ ആ കുല്ലിന്റെ ഒരു ജുസിയാണ്. നിങ്ങൾക്ക് കുല്ലിയും ജുസിയും അറിയില്ല എന്ന് എനിക്കറിയാം, എന്നാലും അറിയുന്നവർക്ക് വേണ്ടി പറയുകയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നതിന്റെ ഭാഗമാണ് എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മത്തിൽ സന്തോഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മത്തിൽ സന്തോഷിക്കുക എന്നുള്ളതിന് ഇത് തെളിവാണ്. നിങ്ങൾക്കറിയോ, പള്ളിയിലിരുന്ന് സ്വലാത്ത് എല്ലാം പറ്റുമോ? പള്ളിയിലിരുന്ന് സ്വലാത്തല്ലാണ് ഒരാൾ പള്ളിയിൽ നിന്ന്. ഞാൻ പറയട്ടെ, അവിടെ കൊടുക്കും ഇല്ല, അവിടെ ഞങ്ങള് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം. പറയട്ടെ, പള്ളിയിൽ നിന്ന് സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ എന്ന് ഒരാൾ ചോദിച്ചു. ആ പറ്റും. എന്താ തെളിവ്? സ്വല്ലു അലൈഹി. പള്ളിയിൽ നിന്നുണ്ടോ? അപ്പൊ മറുപടി പള്ളിയിൽ നിന്നുണ്ടോ? പള്ളിയിൽ നിന്ന് സ്വലാത്തെല്ലാം പറ്റൂല, പള്ളി ഒഴിവുണ്ടായത് ഉണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ പറ്റുമോ? പറ്റും. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള സന്തോഷത്തിൽ പെട്ടതാണ് എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ടുള്ള സന്തോഷം. കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഹാഫിദുദ് ദുനിയ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബിൽ പറയുന്നത്, അവിടുത്തെ കിതാബിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ, വഅയ്യു നിഅമത്തിൻ അഅ്ളമു മിനൻ നിഅമത്തി ബിബുറൂസി ഹാദൻ നബിയിൽ കരീം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഈ അനുഗ്രഹത്തെ ഇതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം, അല്ലാഹു റസൂലിന്റെ ആഗമനം എന്നതിനേക്കാൾ വലിയ അനുഗ്രഹം മറ്റെന്തുണ്ട്? ഫീ ദാലിക്കൽ യൗമി, ഈ ദിവസത്തിൽ, വഅലാ ഹാദാ, ഇതുകൊണ്ട് തന്നെ, ഫയംബഗി, അനിവാര്യമാണ്, അൻ യതഹറൽ യൗമു ബിഐനിഹി, ആ ദിവസത്തെ തന്നെ പരിഗണിക്കേണ്ടതാകുന്നു. ഫയംബഗി, അനിവാര്യമാണ്, അൻ യതഹറൽ യൗമു ബിഐനിഹി, ആ ദിവസത്തെ തന്നെ പരിഗണിക്കേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട ഹാഫിദുദ് ദുനിയ ഇമാം ഇബ്നു അൽ അസ്കലാനി പറയുന്നു. വമൻ ലം യുലാഹിൽ ദാലിക ലാ യുബാലി ബിഅമലിൽ മൗലിദ് ഫീ അയ്യി യൗമിൻ മിന അശ്ശർ, അന്നില്ലെങ്കിൽ പിന്നെ ഏത് ദിവസവുമാകാം എന്നും ഹാഫിദുദ് ദുനിയ ഇമാം ഇബ്നു അൽ അസ്കലാനി പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ജന്മത്തെ കൊണ്ട് സന്തോഷിക്കാം, മുത്തുനബിയെ കൊണ്ട് സന്തോഷിക്കാം എന്നതിന്റെ തെളിവ് വിശുദ്ധ ഖുർആനാകുന്നു. സൂറത്ത് യൂനുസ് ആകുന്നു, 58-ാമത്തെ ആയത്താകുന്നു. അതിനെ വിശദീകരിച്ചത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആകുന്നു. എങ്ങനെയുണ്ട്? ജന്മദിനത്തെ കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കുക എന്നാണ്. അന്നേരം മക്കളെ കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കളുടെ ബർത്ത്ഡേ കൊണ്ട് സന്തോഷിക്കുക. ഖുർആൻ കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറങ്ങിയ ദിവസം കൊണ്ട് സന്തോഷിക്കുക. അങ്ങനെയാണോ അതിനർത്ഥം? ഇവിടെ മുസ്ലിയാര് ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ബാക്കി പറയുന്നു കൂടി. എന്നിട്ട് എന്റെ 4 ഖലീഫന്മാർ ഈ പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടാന് മുന്നേറെ ഈ 4 പ്രവാചകന്മാർ എന്തുകൊണ്ട് ഈ റബീഉൽ അവ്വൽ 12 റസൂലിന്റെ ജന്മദിനം കൊണ്ടാടിയ തെളിവില്ലല്ലോ? ഈ ഖുർആനിൽ നിങ്ങൾ പറഞ്ഞ ആയത്ത് ഓദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങള് ഉത്തരം കൂട്ടാതെ കുറച്ച് പറയും. സംശയങ്ങൾ ഒരുപാട് ചോദിക്കാണ്ട് നിങ്ങൾ കൂട്ടിയിട്ട് പറയില്ലേ, സമയം ഉണ്ടാക്കില്ല, നമുക്ക് ചോദിക്കാൻ ഒരുപാടുണ്ട്. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു ഖുർആൻ നിങ്ങൾക്ക് തെളിവാണോ? അല്ലേ? ആണ്. അപ്പൊ ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞാൽ പിന്നെ ഖുലഫാ ചെയ്തിട്ടുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു ചെയ്തിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹു, ഇങ്ങനെ 24 ലക്ഷക്കണക്കിന് സ്വഹാബത്തിന് അവർ ചെയ്തിട്ടുണ്ടോ? ഇവർ ചെയ്തിട്ടുണ്ടോ? എന്ത് ചോദ്യം! അള്ളാഹുവിന്റെ ഖുർആനാണ് ഒന്നാമത്തെ തെളിവ്. അത് പറഞ്ഞാൽ പിന്നെ അബൂബക്കർ റളിയല്ലാഹു ചെയ്തിട്ടുണ്ടോ ചോദിക്കാൻ പാടുണ്ടോ? പിന്നെ ഉമർ റളിയല്ലാഹു ചെയ്തിട്ടുണ്ടോ ചോദിക്കാൻ പാടുണ്ടോ? അള്ളാന്റെ റഹ്മത്തായ റസൂലിനെ കൊണ്ട് സ്വഹാബത്ത് സന്തോഷിച്ചിട്ടുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത് ഫതുഹുൽ ബാരിയിൽ നിന്ന്. ഫതുഹുൽ ബാരി നേരത്തെ ഞാൻ വായിച്ചില്ലേ? ആ ഫതുഹുൽ ബാരിയിൽ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ സ്വഹാബത്ത് ഇരുന്നില്ലേ? മുത്തുനബിയെ കുറിച്ച് മദ്ഹ് പറഞ്ഞില്ലേ? ആടിനറത്തില്ലേ? അതിന് ദിവസം നിശ്ചയിച്ചില്ലേ? ഫതുഹുൽ ബാരിയാണ് എന്റെ കയ്യിലുള്ളത്. ഈ ഫതുഹുൽ ബാരിയിൽ പറയുന്നു, അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു വീട്ടിൽ സ്വഹീഹായ ഹദീസാണ്. ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദ്ഹ് പറയുകയും ആടിനറുത്ത് കൊടുക്കുകയും ചെയ്തു. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ കുട്ടികൾ ദഫ് മുട്ടിക്കൊണ്ട് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മദഅ ലില്ലാഹി ദാഇ വജബ അശ്ശുക്രു. മുത്തുനബിയെ കുറിച്ച് സന്തോഷിക്കുക എന്ന, നന്ദി കാണിക്കുക എന്ന ഈ ശുക്ർ ഞങ്ങൾക്ക് അനിവാര്യമായിരിക്കുന്നു. ഇന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ ആരാ ചെയ്തത്? സ്വഹാബത്ത്. എന്നാ ചെയ്തത്? റബീഉൽ അവ്വൽ. ഏത് ദിവസാ ചെയ്തത്? 12 അന്ന്. നിഷേധിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക്? സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പാടി ആനയിച്ചു. ഇത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഇത് റബീഉൽ അവ്വൽ 12 സ്വഹാബത്താണ് ചെയ്തത്. അപ്പോ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ആയത്ത് പറഞ്ഞു, അത് സ്വഹാബത്ത് ചെയ്തത് പറഞ്ഞു. പിന്നീട് അതിനുള്ള എല്ലാ തെളിവുകളും പറഞ്ഞു, തഫ്സീർ പറഞ്ഞു. ഇനിയും ആർക്കെങ്കിലും ഇത് തെളിവല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അള്ളാഹു ചെയ്ത നിഅമത്തിനെ ആരെങ്കിലും ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, അവൻ അതിനെ തള്ളിക്കളയുകയാണെങ്കിൽ അവനോട് എന്ത് പറയാനാ? അള്ളാഹു നിഅമത്ത് നൽകിയിട്ട് അതിനോട് കുഫ്റാൻ ചെയ്യുന്നവർക്ക് നരകമാണുള്ളത്. സഹോദര, നിങ്ങൾ നരകത്തിലേക്ക് പോകാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കലാണോ? കുട്ടികൾ ജനിച്ചതിന്റെ ബർത്ത്ഡേ ആഘോഷം കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ അള്ളാഹു നൽകിയ റഹ്മത്താണ്, ആ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുകയാണ് എന്നാണോ മുസ്ലിയാക്കന്മാർ പറയുക? ഇവിടെ മുസ്ലിയാക്കന്മാർ തന്നെ പറയുന്നുണ്ട് കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പാടില്ല, അത് നസ്രാണികളുടെ സംസ്കാരമാണ് എന്ന്. നമുക്കതൊന്ന് കേൾക്കാം.
നിന്റെ മോന്റെ ബർത്ത്ഡേ നീ നടത്തും. അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് സംശയം വേണ്ട. ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഈ ബർത്ത്ഡേ കഴിക്കൽ ആചരിച്ചു പോകുന്നത്. ക്രിസ്ത്യാനികളെ ക്രിസ്തീയ പ്രവർത്തനമാണ്. ബർത്ത്ഡേ കഴിക്കാൻ ഏത് അലിമ പറഞ്ഞത്? ഷാഫിയിലോ ഹനഫിയിലോ ഹൻബലിയിലോ മാലിക്കോ ഓരോ മദ്ഹബിലും ബർത്ത്ഡേ കഴിക്കാൻ പറഞ്ഞത്. അപ്പോൾ ആഘോഷിക്കാൻ വേണ്ടി പാടില്ല. അള്ളാഹു റഹ്മത്തായി നൽകിയ കുട്ടികളുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് ഇവിടെ മുസ്ലിയാർ പറഞ്ഞു വെച്ചത്. ഇവരുടെ നേതാക്കന്മാരുടെ ആരുടെയും ജന്മദിനം ഇതേപോലെ ആഘോഷിക്കാൻ വേണ്ടി പാടുണ്ടോ? അത് മറ്റൊരു മുസ്ലിയാർ പറയട്ടെ. ജന്മഡേറ്റ് നോക്കുക, എല്ലാ മഹാന്മാരുടെ ജന്മഡേറ്റ് നോക്കി നമുക്ക് കാണാമല്ലോ. എന്നിട്ട് അത് ഇതിലൂടെ വിടുക. ഇന്ന് ഇന്നാളെ ജനിച്ച ദിവസമാണ്, ഇന്ന് അവർക്ക് യാസിൻ ഓതി ഫാത്തി ഓതി അങ്ങനെ പരിപാടിയാക്കുക. ഈ പ്രവണത നമ്മൾ നിർത്തണം. നമ്മളിങ്ങനെ ഓരോ അമലുകൾ നമ്മൾ തുടങ്ങരുത്. അത് ചെയ്യുന്നവർ ഒരു സൽക്കർമ്മം എന്ന നിലക്കാണ് ചെയ്യുന്നത്, അതൊരിക്കലുമല്ല. നമ്മുടെ മലബാറിലെ ഉലമാ ആരും അവരുടെ ജന്മദിനം ആഘോഷിച്ചില്ല. ജന്മദിനം അറിയാത്തത് കൊണ്ടല്ല. 90% അയിമത്തും നമ്മുടെ മുൻഗാമികളായ ഉലമാവും അവരുടെ ജന്മദിനം അറിയുന്നവരാണ്. അവരുടെ ഉസ്താദുമാരുടെ ജന്മദിനം അറിയുന്നവരാണ്. ഓക്കെ, ഉസ്താദിന്റെ ജന്മദിനം ആരും ആഘോഷിക്കാറില്ല. ഷാലിയാത്തിയുടെ ജന്മദിനം ആഘോഷിക്കാറില്ല. സമസ്ത മുഷാവർ മെമ്പർമാർ ആരുടെയും പഴയകാല മെമ്പർമാരുടെ ആരുടെയും ജന്മദിനം ആഘോഷിക്കാറില്ല. ഈ ഒരു സ്വഭാവം ഷെയ്ഖുന എ പി ഉസ്താദ് ജനിച്ച ദിവസം എല്ലായിടത്തുനിന്ന് അറിയിക്കുക, ഇതൊന്നും നമ്മൾ ചെയ്യരുത്. ഇമാമിയങ്ങളുടെ ഇബാറത്തുകളിൽ നിന്ന് കായിദകളിൽ നിന്ന് മസലകൾ കണ്ടെത്തി പറയാൻ അവകാശമൊന്നും നമുക്കില്ല. അത് വളരെ അപകടകരമാണ്. കായിദകൾ അവർ പറയും, അത് ഫിഖഹിന്റെ ചില ഹസ്റുകൾക്കും മറ്റുമാണ്. അത് മനസ്സിലാക്കാനൊക്കെയാണ്. നാം അതിൽ നിന്ന് മസലകൾ കണ്ടെടുക്കുന്നത്, അതിനെ വെച്ച് മസലകൾ കണ്ടെടുക്കുന്നത് വലിയ അപകടം സൃഷ്ടിക്കും, ദീന് കേടുവരലേക്ക് എത്തും. അതൊരു വലിയ കർമ്മമായി ഇന്ന് പല സ്ഥലത്തും പലരും ഈ ജനിച്ച ജീലാനി തങ്ങൾ ജനിച്ച ദിവസം ആണെന്ന് അപ്പോൾ ഒരു യാസീനും ഫാത്തിയും ഒക്കെ പരിപാടിയാക്കുക. അതില്ല. അതിലേറെ ഗുരുതരമാണ് ഈ മഹാന്മാരല്ലാത്തവരുടെ ജന്മദിനം കൊണ്ടാടുന്നത്, ബർത്ത്ഡേ. എന്താണ് ചെയ്യുക? ഇതിനൊക്കെ തലയിക്കെട്ടിയവരും ഒപ്പം നിന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ അപകടം തന്നെ. പിറന്നാൾ ആഘോഷം മുസ്ലിങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത്. രാഷ്ട്രീയ നേതാക്കളൊക്കെ പുറത്തൊക്കെ പലരും ചെയ്തിരുന്നല്ലോ. അവർ ജനിച്ച ദിനം ലഡു വിതരണം, പിന്നെ മറ്റത് അത് ഇത്, പിന്നെ കേക്ക് മുറിക്കൽ, ഇത് മുഴുവൻ ഒപ്പിയെടുത്ത് നമ്മളും അത് പകർത്തുകയും അതിന് സുയൂത്തി ഇമാമിന്റെ രേഖയും മറ്റും നിരത്തി. അവരാരും അവർക്ക് ജനിച്ച മക്കളെ ജന്മദിനം നടത്തിയത് ഒരു രേഖയും കാണാൻ കഴിയില്ല. അവരും ജനിച്ചവരാണ്, അവർ നടത്തിയത് കാണാൻ കഴിയില്ല. ഇതൊരു വലിയ അപകടമായി മാറിയിട്ടുണ്ട്. അത് ഏത് അർത്ഥത്തിന് പറഞ്ഞാലും അത് ശരിയല്ല. അത് നിർത്തണം നമ്മൾ. ഈ കുട്ടികളെ പിറന്നാൾ ആഘോഷിക്കുന്നത്, എന്നിട്ട് അന്ന് അതിനൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി അതിനൊരു യാസി എന്ന് പേരിട്ട് അല്ലെങ്കിൽ ഒരു മൗലിദ് ഓതി, അതാണ് നന്നാവെന്ന് മനസ്സിലാക്കുക. നിയ്യത്ത് വളരെ സൂക്ഷിക്കണം. ഓരോ വിഷയങ്ങൾക്ക് ഒരു കോലം മാറ്റി ഒരു യാസീൻ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ് നന്നാവുന്നില്ല. ഇല്ലാത്ത ആചാരങ്ങൾ വിദഅത്തുകൾ നാം കൊണ്ടുവരരുത്. ഇപ്പൊ പകരം പറഞ്ഞത് എന്താണ്? അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി പാടില്ല, ആരുടെയും ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ ഇവർ തന്നെ ഇങ്ങനെ ഈ രീതിയിൽ നിഷിദ്ധമാണ് എന്ന് പറയുന്ന ഒരു കാര്യം, അത് മഹാനായ നമ്മുടെ നേതാവിന്റെ അടുക്കലെത്തുമ്പോൾ മാറുന്നത് എങ്ങനെയാണ്? ഇവർ നിഷിദ്ധമാണ് ആഘോഷിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യം മഹാനായ നമ്മുടെ നേതാവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എങ്ങനെയാണ് പിന്നെ ഖുർആനിൽ നിന്ന് തെളിവോതിയത്? അതും ജന്മദിനം ആഘോഷമാണല്ലോ. അവിടെ മൗലീദ് പാരായണമാണ് എന്നൊക്കെയാണ് ന്യായമെങ്കിൽ, മദ്ഹ് പറയലാണ് ന്യായമെന്നൊക്കെയാണ് എങ്കിൽ, പകരവാപ്പൂട്ടി മുസ്ലിയാർ എന്താ പറഞ്ഞത്? ചില ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, മൗലീദ് പാരായണവും അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്ന ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞാൽ പോലും അത് തെറ്റാണ്, വിദ്യാർത്ഥി നിങ്ങൾ കൊണ്ടുവരരുത് എന്നാണല്ലോ പകരം പറഞ്ഞത്. പുതിയൊരു ആചാരമുണ്ടാക്കി അതിലേക്ക് കുറെ നല്ല നല്ല കാര്യങ്ങൾ, ഇസ്ലാം അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ആഡ് ചെയ്താൽ പോലും ഈ പറയപ്പെടുന്ന കാര്യം എന്താണ്? വിദ്യാർത്ഥി തന്നെയാണ്. അതിനി എത്ര നല്ലതാണെന്ന് വാദിച്ചു കഴിഞ്ഞാലും അത് നല്ലതാകില്ല എന്നാണല്ലോ അതിനർത്ഥം. പിന്നെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കാൻ ബർത്ത്ഡേ ആഘോഷിക്കാമെങ്കിൽ സ്വന്തം മക്കളുടെ ബർത്ത്ഡേ എന്തുകൊണ്ട് ആഘോഷിച്ചുകൂടാ? സ്വന്തം മക്കളുടെ കാര്യത്തിൽ അനിസ്ലാമികമായ ഒരു കാര്യം പ്രവാചകന്റെ കാര്യത്തിൽ സുന്നത്താകുന്നതിന്റെ മാനദണ്ഡം എന്താണ്? അതുപോലെ ഇവിടെ ആയത്തോതിയിട്ട് അദ്ദേഹത്തിന്റെ വകവ്യാഖ്യാനം നടത്തുകയാണ് ചെയ്യുന്നത്. നബിദിനമാഘോഷം എവിടെ? നബിദിനമാഘോഷമാണ് അവിടെ പറയേണ്ടത്. നമ്മുടെ സഹോദരന്റെ ചോദ്യം അതാണ്. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനല്ല മറുപടി പറയേണ്ടത്, അതല്ലാതെ മുസ്ലിയാരുടെ വക വെച്ച് കാച്ചുകയല്ലോ വേണ്ടത്. അദ്ദേഹം ചോദിച്ചെന്താണ്?
സഹീഹായ ഹദീസ് ഉണ്ടോ എന്നാ ചോദിച്ചത്, ഇസ്ലാമിക പ്രമാണങ്ങൾ അതിന് തെളിവുണ്ടോ എന്നാ ചോദിച്ചത്. അപ്പോൾ ഒന്നാം പ്രമാണത്തിൽ നിന്നാണ് ഇദ്ദേഹം ഓതുന്നത്. ഈ ആയത്ത് ഓതിയതിനെ കൊണ്ട് തെളിവാകില്ലല്ലോ. ഈ ആയത്ത് പ്രകാരം ആര് നബിദിനം ആഘോഷിച്ചു, ഇത് നബിദിനം ആഘോഷമാണ് എന്ന് ആര് പറഞ്ഞു? അതൊക്കെയാണല്ലോ പറയേണ്ടത്. അതിനു പകരം അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? പ്രവാചകൻ റഹ്മത്താണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മുടെ സഹോദരന്റെ ചോദ്യം അതല്ലല്ലോ. സമസ്തക്കാരും മുജാഹിദുകളും തമ്മിലെ തർക്കവും അതല്ലല്ലോ. സഹോദരങ്ങളെ, നമ്മളൊക്കെ സാധാരണക്കാരാണല്ലോ, നമുക്കിത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. മുസ്ലിയാക്കന്മാർ പറയുമ്പോൾ അത് തന്നെയാണ് ശരിയെന്നേ തോന്നൂ. കാരണം അവർ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞൊക്കെ ഒച്ചയും ബഹളവുമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാകാൻ നിങ്ങൾ ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു എന്ന് തുടങ്ങുന്ന ഈ ആയത്ത്, സൂറത്ത് യൂനുസിൽ 58-ാമത്തെ ആയത്ത്, നിങ്ങളുടെ കയ്യിൽ തഫ്സീർ ഗ്രന്ഥങ്ങൾ ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് തൊട്ടടുത്ത് എവിടെയെങ്കിലും തഫ്സീർ ഗ്രന്ഥം കിട്ടാൻ സാധ്യതയുണ്ട് എങ്കിൽ നിങ്ങൾ അതൊന്ന് പോയി നോക്കുക, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന്. അല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലുള്ള ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ ഈ ആയത്ത് ടൈപ്പ് ചെയ്യുക. ഇനി ആയത്ത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി അറബിയില്ല എന്ന പ്രശ്നമാണ് എങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആ ആയത്ത് ടൈപ്പ് ചെയ്ത് വെക്കാം. നിങ്ങൾ അത് കോപ്പി ചെയ്ത് ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അവിടെ തഫ്സീർ ഇബ്നു കസീർ എന്നോ തഫ്സീർ തബരി എന്നോ തഫ്സീർ ജലാലൈനി എന്നോ സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിങ്ങൾക്ക് ഓൾ, ഇമേജ്, വീഡിയോസ്, ഷോർട്ട് വീഡിയോസ്, അതേപോലെ ഷോപ്പിംഗ്, ന്യൂസ്, വെബ്, മാപ്സ്, ബുക്സ് എന്നൊക്കെ ഇങ്ങനെ എഴുതി കുറേ കാണിക്കും. അതിൽ ബുക്സ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന തഫ്സീർ ഗ്രന്ഥം ഇല്ലെങ്കിൽ ഏതെങ്കിലും കിതാബ് നിങ്ങൾക്ക് ഇതേപോലെ ഏതും നിങ്ങൾക്ക് ഇങ്ങനെ പരിശോധിക്കാം. അങ്ങനെ ആ ഒരു കിതാബിന്റെ ഇമേജ് നിങ്ങൾക്ക് വരും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകുക. ആ ഇമേജിന്റെ ഭാഗത്തുള്ള ലിങ്കിൽ നിങ്ങൾ അറബിയിൽ കുറെ ഇബാറത്തും കാര്യങ്ങളൊക്കെ കാണും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ കിതാബിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ആയത്തിന്റെ തഫ്സീറിന്റെ പേജിലേക്കാണ് പോകുക. ആ പേജ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക, ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾ അതൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അവിടെ എവിടെയെങ്കിലും ആയത്ത്, തഫ്സീർ ഗ്രന്ഥം, ഏത് തഫ്സീർ ഗ്രന്ഥത്തിൽ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാലും ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അവിടെ നബിദിനം ആഘോഷിക്കാം എന്ന് പറയുന്ന ഭാഗമുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. ഞാൻ നിങ്ങൾക്ക് 1-2 അതേപോലെ ഞാൻ സെർച്ച് ചെയ്തെടുത്ത കിതാബ് നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളിത് പഠിക്കാൻ വേണ്ടിയാണ്, നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് ഞങ്ങൾക്ക് കിതാബ് ഓതാൻ അറിയില്ല, ഞങ്ങൾക്ക് അതറിയില്ല, ഞങ്ങൾക്ക് ഇതറിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മാറി നിൽക്കാനേ സമയം ഉണ്ടാവൂ. മനസ്സിലായല്ലോ? നമ്മളിങ്ങനെ മാറി നിൽക്കലേ ഉണ്ടാവൂ. എന്നാലോ മുസ്ലിയാക്കന്മാർ നമ്മളെ പലതും പറഞ്ഞ് പറ്റിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് തഫ്സീർ തൊബരിയാണ്. തഫ്സീർ തൊബരിയുടെ ആ ഭാഗം അത് നമ്മൾ ഒന്ന് സൂം ചെയ്ത് വേണമെങ്കിൽ നോക്കിയില്ല, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ. എന്നിട്ട് നിങ്ങളിങ്ങനെ ഇതിന്റെ കുറേ താലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആയത്തുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ കൊടുത്തതായി കാണാം. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതി ഖാല വഫളില്ലാഹി എന്നതിലെടുക്ക ഇസ്ലാം എന്നാണ്, വറഹ്മതിഹി എന്നെടുക്ക ഖുർആൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? മുസ്ലിയാർ അവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം പ്രവാചകനാണ് എന്ന് പറഞ്ഞു. ചില തഫ്സീർ ഗ്രന്ഥങ്ങളിൽ അങ്ങനെയുണ്ട്. ഇവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം ഖുർആനാണ്. ഇനി മുസ്ലിയാർ പറഞ്ഞ രൂപത്തിലാണ് എങ്കിൽ അവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം എന്താണ്, പ്രവാചകനാണ് എന്നും അവിടെ സന്തോഷിക്കുക എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കലാണ് എങ്കിൽ ഖുർആൻ കൊണ്ട് എങ്ങനെയാണ് ഇവർ സന്തോഷിക്കുക? ഇവരെന്തുകൊണ്ട് ഖുർആൻ കൊണ്ട് സന്തോഷിക്കുന്നില്ല? ഈ പറയുന്ന തഫ്സീർ ഇവർ തള്ളിപ്പറയുമോ? ഇനി നിങ്ങൾ മറ്റൊരു തഫ്സീറാണ്, നബിദിനം ആഘോഷിച്ച് ഇവർ തെളിവ് കൊണ്ടുവരുന്ന ഒരു പണ്ഡിതനാണല്ലോ സുയൂത്തി ഇമാം. സുയൂത്തി ഇമാമിന്റെ തഫ്സീറാണല്ലോ തഫ്സീർ ജലാലൈനി. ആ ജലാലൈനിയിൽ ഈ ആയത്തിനെ വിശദീകരിച്ചു എന്താണ് കൊടുത്തത്, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് എന്താണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നോക്കിക്കോ, എന്താണ് ചില ഭാഗങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നതാണ്. ഖുൽ ബിഫളില്ലാഹി ഫളില്ലാഹി എന്നതൊക്കെ കൊടുത്തത് ഇസ്ലാം, വബിറഹ്മതി അൽ ഖുർആൻ വബിദാലിക എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കാണുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ് ഇതിലൊക്കെ ഉള്ളത്. എന്നാൽ ഇവിടെ എവിടെയും തന്നെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷമില്ല. ഇവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം റസൂലുള്ളയാണ് എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതിനപ്പുറം റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ജന്മദിനം ആഘോഷിക്കാൻ എവിടെയാണ് തെളിവ്? ഇപ്പോൾ സഹോദരങ്ങൾ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് തഫ്സീർ ഇബ്നു കസീറാണ്. ഈ ഇബ്നു കസീറിൽ എവിടെയാണ് ഇതേപോലെ തന്നെ ഈ ആയത്തിനെ വിശദീകരിച്ചെടുക്ക നബിദിനം ആഘോഷമാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അപ്പോൾ ഇവിടെ മുസ്ലിയാക്കന്മാർ ആയത്ത് പച്ചക്ക് ദുർവ്യാഖ്യാനിക്കുകയാണ് എന്ന് ബോധ്യപ്പെട്ടില്ലേ? നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ആയത്ത് ഇറങ്ങിയത് പ്രവാചകനാണല്ലോ. ആ പ്രവാചകനിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ട് പഠിച്ച സഹാബാക്കൾ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിച്ചോ?
ഇല്ല. ഇനി ഞാൻ പറഞ്ഞിട്ട് വേണ്ട, സമസ്തയുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ വായിച്ചു തരാം. എന്താണ് സമസ്തയുടെ പുസ്തകത്തിൽ പറയുന്നത്? നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചോ, എന്താണ് അവിടെ പറയുന്നത്? സുന്നി വോയിസ്. അതിൽ പറയുന്നത് എന്താണ്? ഹാഫിദ് ബിൻ അജർ അൽ ഹൈതമി എന്ന ഹെഡിങ്ങിന് ചൂടെ കൊടുക്കുന്നത് എന്താണ്? അടിസ്ഥാനപരമായി മൗലീദ് ബിദ്അത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായി മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ഒരു ആചാരമല്ല അത്. അടിസ്ഥാനപരമായി മൗലീദ് ബിദ്അത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായി മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത് എന്ന് സമസ്തയുടെ പുസ്തകത്തിൽ നിന്നാണ് ഞാനിപ്പോൾ വായിച്ചത്. അപ്പോൾ പ്രവാചകനും സഹാബാക്കൾക്കും ഉത്തമ തലമുറക്കാർക്കും നബിദിനമാഘോഷത്തെക്കുറിച്ച് അറിയുക പോലുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആയത്ത് ഇവിടെ പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചതാണ് എന്ന് ബോധ്യപ്പെട്ടില്ലേ? ഒന്നുകൂടി ഇങ്ങോട്ട് ഞാൻ പറയാം. പ്രവാചകനാണല്ലോ ആയത്തിറങ്ങിയത്. ആ പ്രവാചകനിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ടുപിടിച്ച സഹാബാക്കൾ. ഈ ആയത്തിന്റെ തഫ്സീർ എന്താണ് എന്ന് വെച്ചാൽ അത് പ്രവാചകനിൽ നിന്ന് നേരിട്ട് കേട്ടതാരാണ്? സഹാബാക്കളാണ്. ആ സഹാബാക്കൾ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശം പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കലാണ്, റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം പ്രവാചകനാണ് എന്നും ആ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ജനിച്ച ദിവസത്തിൽ സന്തോഷിക്കുക എന്നുമാണ് എന്ന് സഹാബാക്കൾ മനസ്സിലാക്കിയോ? അവർ അങ്ങനെ ആഘോഷം നടത്തിയോ? ഇല്ല എന്ന് നമ്മൾ സമസ്തയുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയല്ലോ. ഇനി അങ്ങനെ ഒരു ആഘോഷം സഹാബാക്കൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും ഈ പറയുന്ന നേരത്തെ നമ്മൾ കണ്ട 2 തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ ഖുർആൻ എന്ന് വരില്ല. അവിടെ എന്താണ് വരിക? അവിടെ പ്രവാചകന്റെ പേരാണ് വരിക. മനസ്സിലായല്ലോ? അവിടെ പ്രവാചകന്റെ പേരാണ് വരിക. റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം പ്രവാചകനാണ് എന്നാണ് വരിക. അപ്പോൾ സഹോദരങ്ങളെ, ഈ ആയത്ത് പ്രകാരം പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവ് പിടിക്കാൻ പറ്റില്ല. ഈ ആയത്തിൽ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. നബിദിനമാഘോഷം ഇതിൽ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? അല്ല, ഇപ്പോഴും ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്നാണ് എങ്കിൽ നിങ്ങളിവിടെ പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? പ്രവാചകനും സഹാബാക്കൾക്കും ഉത്തമ തലമുറക്കാർക്കും 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്കും ഈ ആയത്ത് തിരിഞ്ഞില്ല. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടല്ലോ തഫ്സീർ ഗ്രന്ഥങ്ങൾ. ഈ തഫ്സീർ ഗ്രന്ഥങ്ങളടക്കം അഹ്ലുസുന്ന അംഗീകരിക്കുന്ന ആധികാരിക തഫ്സീർ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശം പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷമാണ് എന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരത് കാണിക്കട്ടെ. തഫ്സീർ ഗ്രന്ഥം എടുത്ത് വായിക്കട്ടെ. അവർ ഇന്നേ വരെ വായിക്കുക നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവരുടെ ദുർവ്യാഖ്യാനമല്ലാതെ ആധികാരിക തഫ്സീർ ഗ്രന്ഥങ്ങളിൽ എവിടെയും തന്നെ ഈ ആയത്ത് പ്രകാരം പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കലാണ് ഉദ്ദേശമെന്ന് പറഞ്ഞിട്ടില്ല. ആയത്ത് ഇവർ പച്ചക്ക് ദുർവ്യാഖ്യാനിക്കുകയാണ്. അല്ല എന്നാണ് എങ്കിൽ ഈ പറയപ്പെടുന്ന പണ്ഡിതന്മാർക്ക്, ഈ പറയുന്ന തഫ്സീർ ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാർക്ക് ആർക്കും തന്നെ ആയത്ത് തിരിഞ്ഞില്ല എന്ന് വരും. മനസ്സിലായല്ലോ? അവർക്ക് ആർക്കും ആയത്ത് തിരിഞ്ഞില്ല. തിരിഞ്ഞതാർക്കാണ്? സമസ്തയുടെ മുസ്ലിയാക്കന്മാർക്ക്. അങ്ങനല്ലേ വരിക? സഹോദരങ്ങൾ, ഒന്നുകൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ നമുക്ക് ഒരു പണ്ഡിതന്റെ സംസാരം കേൾക്കാം. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ നമ്മളുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുകയും മരിക്കുകയും ചെയ്ത മാസമാണ് റബീഉൽ അവ്വൽ. ഈ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷമാക്കുന്ന മുസ്ലിം സമൂഹത്തിലെ ചില വിഭാഗങ്ങളുണ്ട്. നമുക്കറിയാം, ഇസ്ലാമിൽ ആഘോഷങ്ങൾ എന്നത് കൃത്യമായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടതാണ്. 2 പെരുന്നാളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസി സമൂഹത്തിന് നിശ്ചയിച്ചു കൊടുത്തപ്പോൾ നിലവിൽ ആ നാട്ടിലുണ്ടായിരുന്ന മുസ്ലിമാകുന്നതിന് മുമ്പ് അവർ ആഘോഷിച്ചിരുന്ന 2 ആഘോഷങ്ങളെ അവർ മാറ്റിവെക്കുകയാണ്. അള്ളാഹു നിങ്ങൾക്കതിന് പകരം നൽകുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ ഇത് ആഘോഷമാക്കുകയും ഇതിന് പ്രമാണങ്ങളിൽ തെളിവുകൾ തിരയുകയും ചെയ്യുന്ന ആളുകൾ ചരിത്രപരമായി ഇത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ്, പ്രവാചകന്റെ മരണത്തിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഉണ്ടായത് എന്ന് ബോധ്യമുള്ളതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ നിന്ന് അതിന് തെളിവ് കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. ഹദീസുകളിൽ നിന്ന് തെളിവ് കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് തെളിവുകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഖുർആനിൽ ഇത് ആഘോഷിക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരാറുള്ള
വിശുദ്ധ ഖുർആനിലെ ഒരായത്താണ് സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു എന്ന് തുടങ്ങുന്ന ആയത്ത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നിഅ്മത്തുകൾ അതിൽ സന്തോഷിക്കാനും അത് ആഘോഷമാക്കാനും അല്ലാഹു ആവശ്യപ്പെടുന്നു, താൽപ്പര്യപ്പെടുന്നു, കൽപ്പിക്കുന്നു എന്നാണ് ഇവിടെ വിശദീകരിക്കാറുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അനുഗ്രഹത്തെ നമ്മൾ ആസ്വാദനമാക്കിയിട്ടില്ലെങ്കിൽ, അത് ആഘോഷിച്ചിട്ടില്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയ്ക്കെതിരാകും എന്നതാണ്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിൻ്റെ നിഅ്മത്തുകളൊക്കെ നമ്മൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അള്ളാഹിൻ്റെ നിഅ്മത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും ഇല്ലാതെ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ പോകുന്നുണ്ടോ? എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഇതൊക്കെ ആഘോഷമാക്കാൻ പറ്റുമോ? വേണ്ട. മതപരമായ ആഘോഷങ്ങൾ തന്നെ നമ്മൾ എടുക്കുക. ഇതെല്ലാം നമ്മൾ ആഘോഷിക്കുകയാണെങ്കിൽ ഖുർആൻ ഇറങ്ങിയത് ആഘോഷമാക്കണം. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് ആഘോഷമാക്കണം, ഹിജ്റ ആഘോഷമാക്കണം, തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ, ഓരോ വിജയങ്ങൾ, ഇസ്ലാമിനുണ്ടായിട്ടുള്ള വിജയങ്ങൾ എല്ലാം ആഘോഷമാക്കുക എന്ന് പറയുന്നത് ശരിയാണോ? ഇസ്ലാമിൽ അങ്ങനെ ഒരു അടിസ്ഥാനമുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ടല്ലോ. അതോ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്നത് ഖുർആനിൽ ഈ പറഞ്ഞ കാര്യം ഇത് പ്രവാചകൻ്റെ ജനനത്തെപ്പറ്റിയാണോ എന്നതാണ്. അതിന് ആയത്തിൻ്റെ തഫ്സീറുകൾ എടുത്തു നോക്കുമ്പോൾ തഫ്സീറുകളിൽ മുഴുവൻ കാണുന്നത് അള്ളാഹുവിൻ്റെ പ്രമാണം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം എന്നിവിടെ പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും അതേപോലെ തന്നെ ഈ ദീനിനെയുമൊക്കെയാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ ഔദാര്യം എന്ന് പറയുന്നത് ഖുർആനാണ്, ദീനാണ്, ശരീഅത്താണ് എന്നാണ് നമുക്ക് വിശദീകരണമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ഇതിനെങ്ങനെയാണ് നമ്മൾ ആഘോഷമാക്കുക? ഖുർആൻ ഇറങ്ങിയത് ആഘോഷമാക്കുക, അതേപോലെ തന്നെ ദീനിനെ ആഘോഷമാക്കുക. ദീന് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതല്ല, അതിനെങ്ങനെയാണ് നമ്മൾ ആഘോഷമാക്കുക? അതൊരിക്കലും ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രവുമല്ല, പ്രവാചകനുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ്റെ നിയോഗമനമാണല്ലോ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത്. ജനനം അനുഗ്രഹമാണ്, അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനമാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി നാം കാണേണ്ടുന്നത്. ആ അനുഗ്രഹം അതാണ് ദീൻ എന്ന നിലക്ക് നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നത്, ദീൻ എന്ന നിലക്ക് നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നത്. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച രൂപത്തിലാണ് നമ്മൾ ആഘോഷിക്കേണ്ടുന്നത്. മാത്രവുമല്ല, ഇതൊരു പ്രത്യേക ദിവസം ആഘോഷമാക്കാനാണെങ്കിൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആഘോഷമാക്കിയിട്ടുണ്ടോ? മുൻഗാമികൾ സ്വഹാബത്ത്, അവരുടെ പിൽക്കാലഘട്ടക്കാർ ഈ ആയത്ത് ജീവിതത്തിൽ പകർത്തിയത് റബീഉൽ അവ്വൽ 12-നോ അല്ലെങ്കിൽ റബീഉൽ അവ്വലിലെ ഏതെങ്കിലും ഒരു ദിവസത്തിലോ പ്രത്യേകമായ ഒരു സന്തോഷ പ്രകടനവും ആഘോഷവും ആഹ്ലാദവും കൊണ്ടാണോ എന്നത് തീർച്ചയായും നാം പരിശോധിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. അതില്ലാതെ ഒരിക്കലും പ്രമാണമില്ലാത്ത ഒരു കർമ്മത്തെ പുൽകാൻ ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേട്ടില്ല സഹോദരങ്ങളെ, വളരെ വ്യക്തമായി അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് നബിദിനം ആഘോഷത്തെക്കുറിച്ച് ഇവർ പറയാറുള്ളത് എന്താണ്? 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നാണ്. റിസാലയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. നബിദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്, പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം. സർവ്വലോകത്തിന്റെ വിമോചകനായ നബി പിറന്ന ദിവസങ്ങളിൽ വിശ്വാസികൾ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ അവർക്ക് മറ്റെന്ത് ആഘോഷമാണുള്ളത്? അപ്പോൾ 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് നബിദിനം ആഘോഷത്തിന് എന്നാ പറയുന്നത്. അതുപോലെ തന്നെ ഇവർ പറയുന്നതാണ് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന്. അങ്ങനെ നിരവധി കാര്യങ്ങൾ സമസ്ത മുസ്ലിയാക്കന്മാർ ഇതുപോലെ നബിദിനം ആഘോഷവുമായി ബന്ധപ്പെട്ട് വാദിക്കാറുണ്ട്, പറയാറുണ്ട്. പക്ഷെ പ്രവാചകനോ സഹാബാക്കളോ ഉത്തമ തലമുറയിൽപ്പെട്ട ആർക്കും തന്നെയോ നബിദിനം ആഘോഷത്തെക്കുറിച്ച് ഒരു പരിചയവുമില്ല. ഇതിന് ഇത്രമാത്രം മഹത്വമുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനെ ആയത്ത് ഇതിന് തെളിവാണ് എന്നവർ മനസ്സിലാക്കിയിട്ടില്ല.
നമുക്ക് മറ്റൊരു പണ്ഡിതന്റെ സംസാരം കൂടി കേൾക്കാം. ഖുർആനിലോ ഹദീസിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന രൂപത്തിലുള്ള ജന്മദിനാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു സൂചന കാണുവാൻ സാധ്യമാണോ? ഒരിക്കലുമില്ല, കാണാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വം ലഭിച്ച ശേഷം 23 വർഷക്കാലം ജീവിച്ചു. 22 കൊല്ലം ചുരുങ്ങിയത് എന്തായാലും ഉണ്ട്. ആ 22 കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു കൊല്ലത്ത് ഇതാ ഇന്ന് എന്റെ ജന്മദിനാഘോഷമാണ്, അതുകൊണ്ട് മദീനക്കാർക്ക് എല്ലാവർക്കും ഓരോ ഈത്തപ്പഴം ഞാൻ പ്രത്യേകമായി വിതരണം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾ എല്ലാവരും പുതിയ വസ്ത്രം ധരിക്കണം പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് സുഗന്ധം പൂശണം പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് മദീനത്തെ പള്ളിയിൽ ഹാജരാകണം പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്നെല്ലാവരും അബൂ തൽഹത്തുൽ അൻസാരിയുടെ തോട്ടത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരു മൗലൂദ് ഓതാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അക്കാലഘട്ടക്കാർക്ക് അത് പരിചയമില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജന്മദിനം ആഘോഷിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം ആഘോഷിക്കാഞ്ഞത് എന്നാണ് നമ്മൾ അന്ന് അങ്ങനെ ഒന്ന് കരുതുക എങ്കിൽ ആ പ്രവാചകനെ ഏറെ സ്നേഹിച്ച സ്വഹാബികളിലെ അതിൽ അൽ ഖുലഫാഉൽ അർബഅ 4 ഖലീഫമാര്, നമുക്ക് അവിടെ നിങ്ങോട്ട് തുടങ്ങാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ സ്നേഹിച്ച പോലെ ലോകത്ത് ആരെങ്കിലും സ്നേഹിച്ചു എന്ന് പറയാൻ സാധ്യമാണോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുകയോ ആഘോഷിക്കാൻ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഒരൊറ്റ ഹദീസ് പോലും ആ വിഷയത്തിലില്ല. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ലക്ഷക്കണക്കിന് ഹദീസുകൾ കാണാതെ പഠിച്ച ആളാണ് ഇമാം ഷാഫിഈ, ഇമാം ബുഖാരി എന്നൊക്കെ. എന്നാൽ നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹദീസെങ്കിലും ഇവർ മനപ്പാടമാക്കിയതിലോ പഠിച്ചതിലോ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല 12 മാസം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ 12 മാസങ്ങൾ. മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസം പവിത്രമാണ്. അതിൽ റബീഉൽ അവ്വൽ വന്നിട്ടുണ്ടോ? ഇനി ഒരുപാട് ബാനറുകൾ വരാണ്, പുണ്യ റബീഉന് സ്വാഗതം. അത് പുണ്യമെന്ന് ആര് പറഞ്ഞു? ഒരു വിഷയത്തിൽ ബറക്കത്തും പുണ്യവും സംഗതികളും ഉണ്ടാകണമെങ്കിൽ അതിൽ പ്രവാചകന്റെ നിർദ്ദേശം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞ 4 പവിത്ര മാസങ്ങളിൽ റബീഉൽ അവ്വൽ വന്നിട്ടില്ല. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് ജീവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫമാര് ജീവിച്ചിട്ടുണ്ട്. അതായത് 30 കൊല്ലത്തോളം 30-30.5 കൊല്ലത്തോളം ഖിലാഫത്ത് കാലം ഖലീഫമാര് 4 ഖലീഫമാര് ഭരണം നടത്തി. അവരാരും അത് ചെയ്തിട്ടില്ല. ഒരു വിഷയം നന്മയാണ്, പുണ്യമാണ്, സ്വർഗത്തിലേക്കാണ് എങ്കിൽ സ്വഹാബികൾ പ്രത്യേകിച്ചും ഖുലഫാഉർ റാഷിദുകൾ ചെയ്യാതെ പോകും എന്ന് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് തോന്നുന്നുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവർക്കാർക്കും ഇങ്ങനെ വിഷയം പരിചയമേ ഇല്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫമാരുടെ കാലശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് കുറെ കാലം ജീവിച്ചിരുന്നിട്ടുണ്ട്. പ്രവാചകന്റെ കുടുംബക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ 10-40 ചില്ലറ കൊല്ലത്തോളം ജീവിച്ചിട്ടുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരുപാട് വർഷം ജീവിച്ചിട്ടുണ്ട്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ 34 വർഷത്തോളം ജീവിച്ചിട്ടുണ്ട്. ഹഫ്സ റളിയല്ലാഹു അൻഹ 35 കൊല്ലത്തോളം ജീവിച്ചിട്ടുണ്ട്. സൗദ റളിയല്ലാഹു അൻഹയും കുറെ വർഷത്തോളം 10-13 വർഷം ജീവിച്ചിട്ടുണ്ട്. അവരാരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടോ? ഇല്ല. ഈ നമ്മൾ എന്തുകൊണ്ടാണ് ഇവരെ മാത്രം പറഞ്ഞത്? അവരാണ് ഏറ്റവും ഉത്തമ തലമുറയിലുള്ള ആളുകൾ, സ്വഹാബികൾ, താബിഉകൾ, തബൂ താബിഉകൾ. ഖൈറുൻ നാസി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും ഉത്തമ തലമുറ അല്ലേ? അവരാരും അത് ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എനിക്ക് ശേഷം നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വീക്ഷണ വ്യത്യാസങ്ങളും വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ സമസ്തക്കാരനാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്തോളൂ എന്ന് കൽപ്പിച്ചിട്ടില്ല. ആരാണോ നേതാവ്, ആ ഏത് സംഘടനയിലാണോ അത് നോക്കി ചെയ്തോളൂ എന്ന് പ്രവാചകന് നിർദ്ദേശമില്ല. നേരെ മറിച്ച് ഒറ്റ കാര്യമാണ് പറഞ്ഞത്. എന്താ? ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ സച്ചരിതരായ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കണം. ആ പഠിപ്പിക്കപ്പെട്ട സുന്നത്തിലോ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിലോ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, ആ പ്രവാചകനോടുള്ള സ്നേഹം എന്ന പേരിൽ ഒരു ജന്മദിനാഘോഷ പരിപാടി വേണ്ട. ഇന്നത്തെ രൂപത്തിൽ, വിശാലമായ രൂപത്തിൽ വേണ്ട, അന്ന് ചെറിയ തോതിലെങ്കിലും, ഏറ്റവും ചെറുതായ ഒരു ഉണക്ക കാരക്കയെങ്കിലും ഇന്ന് പ്രവാചകന്റെ ജന്മദിനമാണ് എന്നതിന്റെ പേരിൽ സ്വഹാബത്ത് പരസ്പരം നൽകിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പ്രവാചകന്റെ ജന്മദിനമാണ് എന്ന പേര് പറഞ്ഞ് അതിന്റെ പേരിൽ ഒരു സ്വലാത്ത് അധികം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ പേരിൽ ഒരു യാസിൻ അധികം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊല്ലാമായിരുന്നു. അപ്പോൾ നമുക്ക് ഈത്തപ്പഴമല്ല അതിലും വലുത് കൊടുക്കാമായിരുന്നു. പക്ഷെ ഇല്ല,
അതിന് യാതൊരു അടിസ്ഥാനവുമില്ല, അതിന് യാതൊരു അസ്ലുമില്ല. അതുകൊണ്ടാണ് ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭന്മാരായ പല പണ്ഡിതന്മാരും പറഞ്ഞത് അതിന്റെ അസ്ലു ബിദ്അത്താണ്, അതിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. അങ്ങനെ ബിദ്അത്തായ ഒരു കാര്യം കൊണ്ടുവരാൻ പാടില്ല. പ്രവാചകന്റെ മാതൃകയില്ലാത്ത, സ്വഹാബത്തിന്റെ മാതൃകയില്ലാത്ത ഒരു കാര്യം മതത്തിൽ കൂട്ടിച്ചേർക്കാൻ ആർക്കും അനുവാദമില്ല. കേടിലെ സഹോദരങ്ങളെ, എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കുക. പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒരു തെളിവും തന്നെ ഇല്ല. ഒരു വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ആളുകളെ കൊണ്ട് ആഘോഷിപ്പിക്കുന്നു എന്നതിനപ്പുറം ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒരു തെളിവും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ബിദ്അത്താണ് എന്ന് പറയുന്നത്, നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സഹാബാക്കൾ ആരെങ്കിലും പ്രവാചകന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരു കാരക്കച്ചീളെങ്കിലും പരസ്പരം കൈമാറിയിട്ടുണ്ട് എങ്കിൽ, പേരർ അബ്ദുറഹ്മാൻ സഖാഫി എന്താ പറഞ്ഞത്? അവർ ദരിദ്രരായിരുന്നു, അതുകൊണ്ടാണ് അവർ ആഘോഷിക്കാത്തത് എന്നല്ല, പച്ചക്കളവല്ലേ അദ്ദേഹം പറഞ്ഞു വെച്ചത്. അങ്ങനെ എന്തൊക്കെ കളവുകളാണ് മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്? ഒരു തെളിവും തന്നെ ഇതിനില്ല എന്നുള്ളതിന്റെ ഒന്നാം നമ്പർ തെളിവാണ് മുസ്ലിയാക്കന്മാരുടെ ഈ ഉരുണ്ട് കളിയും കള്ളത്തരങ്ങളും. അവർ ഈ സമൂഹത്തെ പറഞ്ഞു പറ്റിക്കുന്നതുമൊക്കെ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ബോധ്യപ്പെടും. അങ്ങനെയുള്ള ഒരു പരിശോധനയാണ് നമ്മൾ ഇവിടെ നടത്തിയത്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി, നമുക്ക് കൃത്യമായി ഇതൊക്കെ ബോധ്യപ്പെടും. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങൾ, നിങ്ങൾ ഈ വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, കുടുംബക്കാർക്ക്, നാട്ടുകാർക്ക്, നിങ്ങളുടെ ചങ്ങാതിമാർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. അവരോട് ഒരു തവണയെങ്കിലും ഇതൊന്ന് കേൾക്കാൻ വേണ്ടി പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അള്ളാഹു നമ്മയെല്ലാം യഥാർത്ഥ പ്രവാചക സ്നേഹികളുടെ, യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.